പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റേ നമ്മളെ കാണാതെ പോയ 4 കുഞ്ഞുങ്ങളെ പറ്റി ഇതുവരെ ഒരു വിവരവും ഇല്ല കേട്ടോ. അവിടെ ഇപ്പം വേറെ ഒരു തള്ളയും ഒരു 5 ആ ജംഗ്ഷനിലെ തള്ളയും ഒരു 5 മക്കളും ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. മറ്റേ 4 കുഞ്ഞുങ്ങളെ അവിടെ ഉള്ള ഒരു കടക്കാർ തന്നെ കൊണ്ടു കളഞ്ഞാന്നാണ് അറിഞ്ഞത്. പക്ഷെ അവർക്കെതിരെ എന്തോ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ കർമ്മഫലം എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതന്നേരം അവരനുഭവിച്ചോളും. ഇപ്പം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കോളും പയ്യെ കൊണ്ടായാലും. ഇതുപോലെ മുമ്പൊരിക്കൽ ഞങ്ങൾക്ക് ആ ജംഗ്ഷനിൽ ഒരു ഡോഗ് ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഒരു വെള്ള നല്ല ഒരു പൂടയൊക്കെ നല്ല ക്യൂട്ടൊരു ഡോഗായിരുന്നു. ഒരു കുഞ്ഞു ഡോഗായിരുന്നു. ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ പ്രായം കാണത്തുള്ളായിരുന്നു. അപ്പോൾ അവന് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ ഈ വീട്ടിൽ വളർന്നത് കാരണം അവന് ഈ വണ്ടിയുടെ പുറക്കെ ഓടുക അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആണെന്ന് തോന്നുന്നു ആരോ അവനെ ഒരു ദിവസം രാവിലെ ചെന്നപ്പോൾ ആരോ ചത്ത് കിടക്കുന്നു. വിഷം കൊടുത്തതാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഈ ഇതുങ്ങളോട് ക്രൂരത ചെയ്യുന്നവർക്കെല്ലാം അവർക്ക് കർമ്മഫലം എന്നൊരു സംഭവമുണ്ട്. അത് എന്തായാലും അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അത് അവരനുഭവിച്ചോട്ടെ. അവനവൻ ചെയ്യുന്നതിന് അവനവന്. ആ കുഞ്ഞുങ്ങളുടെ വിധി എങ്ങനെയാണെന്നുള്ള ദൈവം തീരുമാനിച്ചാണ്. ചിലപ്പോൾ അവരെ കൊണ്ട് കളഞ്ഞെടുത്ത് നല്ലത് രീതിയിലാണെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വിധി. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഈ ഒരു ജന്മം എന്ന് പറഞ്ഞാലേ, ഡോഗ്സിൻ്റെ ജന്മം എന്ന് പറഞ്ഞാലേ ഒരു നരകം പിടിച്ച ജന്മമാണ്. ഭൂമിയിൽ വേറെ ഒരു ജീവിക്കും ഇത്രയും നരകയാതനയുള്ളൊരു ജന്മം കാണത്തില്ല. ഒരു ജന്മത്തിലും നമ്മളാരും ഡോഗ്സായിട്ട് ജനിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ പറയാനുള്ളൂ. കാരണം ഈ ഭൂമിയിൽ ഡോഗായിട്ട് ജനിച്ചു പോയാൽ അതിലും വലിയ ശാപം വേറെ ഒന്നുമില്ല. ഈ ഡോഗ്സിനെയൊക്കെ കറക്റ്റ് ടൈമിന് വന്നീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഗവൺമെൻറ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായത്. അവിടെ കളിച്ച് അടിയായേ. ജാനു ടേക്ക് അടി. ഇപ്പോൾ പേടിക്കുന്നു കുരുത്തക്കേട്. ജാനുവിന് അടി വേണോ? അവള് വില്ലത്തെ എല്ലാം എടാ അവനെ തിരിഞ്ഞിടിച്ചാണ്ട് ജാക്കിയെ. കളിക്കുകയും ചെയ്യും, കുരുത്തക്കേടുവാ. റാണിയമ്മ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ജിമ്മി ചേട്ടൻ ഇതൊക്കെ എല്ലാവരെയും നോക്കി ഇനി ഇരിപ്പുണ്ട്. രാവിലെ കുരുത്തക്കേട് ഒപ്പിക്കുകയാണ്. ഈ ജാനു ഭയങ്കര വില്ലത്തി. പാവൻ ജാക്കീനെ ഭയങ്കരമായിട്ട് വിരട്ടിയൊക്കെ ചെയ്യും. വരുന്നില്ലേ? വാ, നമുക്ക് ചീനി പിഴുതിട്ട് വരാം. വാ ജിമ്മി, വാ ചീനി പിഴുതുകൊണ്ട് വരാം. ഗേറ്റ് ഇടിച്ച് പൊളിക്കരുത്. ഇടിക്കരുത്. എന്തുവാ ഇവിടെ എല്ലാം കൂടാ? എവിടെ പോയി? ചീനി വിടാൻ പോയി. വാ നിമ്മി, എവിടെയാ സുസഹിക്കണേ? എന്തോടാ ചാക്കപ്പ സുന്ദരി പെണ്ണുങ്ങളെ മുട്ടയൊന്നും തരുന്നില്ല കേട്ടാ. നമ്മളിപ്പോൾ മുട്ട പൈസ കൊടുത്ത് മേടിക്കുക. ഡെയിലി ഓരോ മുട്ടയൊക്കെ തരണം. ഒരുത്തെന്താ മൂത്രം ഒഴിച്ചിട്ട് മണ്ണ് മാന്തി എറിയുന്നു. വാ നമുക്ക് ചീനി എഴുതിട്ട് വരാം. വാ കേറിപ്പോ പോ അങ്ങോട്ട്. തുമ്പി പോകുന്നില്ലേ? ആ ചീനി എടുത്താ? അവിടെ ഇന്ന് ചീനി പുഴുങ്ങിയതാണേ. തിന്നോ തുമ്പി? എടി ജാനിപ്പെണ്ണ, നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റ്. കുതിര ഓടുന്നാണ് ഓടണത്. ഇതൊക്കെ പോന്ന് പോക്കിയണ്ട എല്ലാം കൂടാ. വാ എന്നെ ഇടിച്ചിടരുത്. ഈ പെങ്കൊച്ചിനെ കണ്ട? അവളിച്ചിരി പ്രായമുള്ളതാ. ഇപ്പം വാർദ്ധക്യ സഹജമായ വയ്യായികയൊക്കെ ഉണ്ട്.
പാവം 4 വയസ്സാവും പുള്ളിക്കാരിക്ക്. മുട്ടയൊന്നും ഇല്ല ഇപ്പം, വെറുതെ ഇരിക്കുക. 1നും 2നും പോയി കഴിഞ്ഞാൽ ഒരുത്തെന്താ ഈ മണ്ണ് വാരി എറിയൊക്കെയുണ്ട്. ബാക്കിൽ നിൽക്കുന്ന ജാനുവിൻ്റെ പുറത്താണ് ഈ മണ്ണ് വാരി എറിയുന്നത്. വാ ജിമ്മി, ഇറങ്ങി വാ. വരണില്ല, ഞാൻ താഴെ പോകാനാണ് എനിക്ക്. വാ ഇങ്ങോട്ട് വാ ജിമ്മി, വാടാ. വൈറ്റമ്മ ഇതുവരെ വന്നില്ല. അവൾക്ക് കുറേ സമയം എടുക്കും ഒന്നിനൊക്കെ പോകാൻ. 1നും 2നും പോകാൻ തോനെ ടൈം എടുക്കും. വൈറ്റ് വരുമ്പം തുറന്നുവിടാം. അവിടെ ആയിക്കോട്ടെ. കുട്ടീസ് പൊക്കോളൂ താഴോട്ട്. വാ ജാനുപെണ്ണ് സുന്ദരിയാണോ നീ? വന്നോ, കഴിഞ്ഞ് ഓടിക്കൊണ്ട് വന്നു. അയ്യോ വൈറ്റമ്മ അകത്തായി പോയേ, വൈറ്റമ്മ പോയേ. വാ തുറന്നു തരാം. വാ എവിടെ പോരുന്നു ഇത്രയും പേരും നേരം? കുറേ നേരമായില്ലേ പോയിട്ട് ഇച്ചിടാൻ. വാ ഇടറങ്ങ്, ഞാൻ പോവേണേ. നേരെ കയറല്ലോ. ഇനി ഞാൻ കുറ്റിയിട്ടാൽ ഞാൻ തുറക്കൂല. ഡേ വാ ഇങ്ങോട്ട് ജാനു, വാ ഇങ്ങോട്ട് വാ. പോ താഴെ പോ. സുന്നര കുട്ടനെ കണ്ട ഇവിടെ ആന നിന്ന് പനിനീര് കളിക്കുന്നുണ്ട. ജാക്കി ആന നിന്ന് പനിനീര് കളിക്കുക. ഈ വില്ലന്റെ പരിപാടി എന്താണെന്നറിയണം. ഒരു കുരുത്തക്കേട് എഴുതി വെച്ചേക്കുന്നത് കാണിച്ചു തരാം. വാ, കൂട്ടിൽ കയറരുത്. കോഴിക്കൂട്ടി കയറിയാൽ അടി വരും. കോഴിക്കൂട്ടി നിഞ്ഞിറങ്ങ്. ഡേയ് കോഴിക്കുട്ടി ഇങ്ങോട്ടിറങ്ങാം. മുട്ട ഉണ്ടോയെന്ന് നോക്കാൻ കയറിയാന്നറിയാം. ഇങ്ങോട്ടിറങ്ങാൻ. ഇപ്പം നമുക്കല്ല മുട്ട കിട്ടുന്നത്. മുട്ടയൊക്കെ ഇവർ കൊണ്ടുപോവുക. ജിമ്മി അങ്ങനെ എടുക്കൂല കേട്ടോ. ഒരുത്തി മുട്ടയിടാൻ കയറിയിരിക്കുന്ന ജിമ്മി നോക്കിക്കൊണ്ടിരിക്കുന്നു. പാവം മുട്ട ഇട്ടോളാൻ വയ്യാതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങി ഓടിയനെ. ജിമ്മി വെളിയിൽ പോ, അവൾ മുട്ട ഇട്ടിട്ട്. ജിമ്മി ഇറങ്ങി വെളിയിൽ പോ മോനെ, അവൾ മുട്ട ഇട്ടിട്ട്. ഡേ എല്ലാവരും ഇങ്ങോട്ട് വന്നേ. കോഴിക്കുട്ടി നിങ്ങൾക്ക് എന്തോ കാര്യം? നിങ്ങളെ കൂടെ അപ്പുറമല്ലേ? വാ ഇങ്ങോട്ടിറങ്ങി വാ. വൈറ്റ് അതിൽ കിടന്ന് കളിക്കരുത്. ഇങ്ങോട്ടിറങ്ങ്. അവൾ മുട്ടയിടാൻ കയറിയണ്ട. ജാക്കപ്പ ഇന്ന് ഞാൻ ശരിയാകും കേട്ടല്ലേ. കേട്ടോ ജാക്കപ്പ. ഇത് കണ്ട ഈ ചെറുക്കൻ, ഈ വില്ലൻ, ഇവൻ ചെയ്തു വെച്ച പണി എന്തോന്ന് അറിയണോ? ജാക്കി ഇതാ കണ്ട പട്ടിക്കൂടിന്റെ സൈഡ് ഇതാ മൊത്തം കുഴിച്ച് അതിന്റെ അടിയിലത്തെ ബേസ്മെന്റ് കല്ലെല്ലാം വെളിയിലാക്കി. ഇനി ഇതവിടെ മണ്ണിട്ട് ഉറപ്പിച്ച് റെഡിയാക്കണത്. എല്ലാം കൂടെ കുരുത്തക്കേടാ. ഒന്നും പറയാനും വീഡിയോ എടുക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. വയറ്റിക്കാണേ കുരുത്തക്കേട് കൂടുമല്ലോ. അതോ ഓടിപ്പോയി കൂട്ടി കയറി, അടി കൂടി കൂട്ടി കയറും. കണ്ടാ ഇവിടെ ഇതൊക്കെയാണ്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു ലഹളയാണ് ഇവിടെ. എന്തോ അവിടെ വാ എല്ലാരും ഇവിടെ നിൽക്കുവാണോ? ഞങ്ങൾ താഴെ പോണേ. അടികൂടിയാണോ കളിക്കുവാണോ? തുമ്പി ചക്കി അടികൂടരുത്. ഇവിടെ തന്നെ കളിച്ചാൽ മതി. ജിമ്മി പിള്ളേരെ നോക്കിക്കോണം കേട്ടോ. നോക്കിക്കോളാന്ന്. അവനെ തന്നെ ശല്യം ചെയ്യാൻ ചെല്ലുക. പിന്നെ എന്തോന്ന് ചെയ്യാന്? പിള്ളേർ നോക്കണേ, വഴക്കൂടാതാ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണി, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അതുകൊണ്ട് ഇവരെ കൂടെ തോന്നെ നേരം നിന്നാൽ ശരിയാവത്തില്ല. അപ്പം ഞാനങ്ങ് താഴെ അടുക്കളയിൽ അടുക്കളയിലോട്ട് പോവുകയാണേ. അപ്പം എല്ലാവർക്കും ബായ്.